ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കിഡു റെസിപ്പി, അതായത് KFC സ്റ്റൈല് ഫ്രൈഡ് ചിക്കൻ. എങ്ങനെയുണ്ട് കേട്ടോ? അത് നമ്മൾ ചേട്ടൻ പരീക്ഷ നോക്കിയിട്ടുണ്ടോ? നമ്മൾ തൊണ്ണൂറ് പ്രാവശ്യം പരീക്ഷിച്ച് നോക്കി. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇന്ത്യൻ വേർഷൻ കൂടെ മിക്സ് ചെയ്തിട്ട് KFCക്ക് ഒരു ഇന്ത്യൻ വേർഷൻ നമ്മുടെ കുറേ നാളത്തെ റെഫറൻസിന് ശേഷമായിരിക്കുമല്ലോ നമ്മളത് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റൈൽ KFC ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓരോ രാജ്യങ്ങളിലും അവരുടെ ഫ്ലേവറിന് വ്യത്യാസമുണ്ട്. ചൈനയിൽ, ജപ്പാനിൽ, ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം KFC ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ആ ഒരു നാടിൻ്റെ ഫ്ലേവറോട് ചെയ്തതാണ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും കൂടി. KFC കഴിച്ചവർക്ക് അറിയാം, ഗൾഫിൽ കഴിക്കുമ്പോൾ ഒരു അറബിക് ടേസ്റ്റ് കൂടുതലായിരിക്കും. ആ സ്ഥലത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും കൂടിയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള റെസിപ്പി അല്ല അവർ ഉപയോഗിക്കുന്നത്. മസാലയ്ക്ക് എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് KFC ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ടൈപ്പ് മസാല, നമ്മുടെ ഒരു മസാല കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, രണ്ടാമത് കുരുമുളക് പൊടി, അതിനുശേഷം കാശ്മീരി ചില്ലി അല്ലെങ്കിൽ പപ്പടയ്ക്ക്, അതിനുശേഷം ഹോട്ട് സോസ്, ചില്ലി സോസ്, അടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, രണ്ട് സ്പൂണ് യോഗട്ട്, പിന്നെ മറ്റ് മസാലകൾ, തൈം ഹെർബ്, റോസ്മേരി, ബേസിൽ ലീഫ്, മസ്റ്റാർഡ് പൗഡർ, നമ്മുടെ കടുക് പൊടിച്ചത്, ഒറിഗാനോ, പിന്നെ ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ, കുറച്ച് മസ്റ്റാർഡ് പേസ്റ്റ്, എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യും. ഒരു നൈറ്റ് ഒരു 12 മണിക്കൂർ ഫ്രീസറിലല്ലാതെ നോർമലായിട്ട് വെക്കണം. അല്ലെങ്കിൽ മിനിമം 3 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാലേ ഇതിനകത്തേക്ക് മസാലകളെല്ലാം കൂടെ ആ ഫ്ലേവർ അകത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അതിനുശേഷം എങ്ങനെ ഫ്രൈ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ മസാല എല്ലാം പെരട്ടി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് എത്ര നേരം? ഇനി ഇതൊരു 3 മണിക്കൂർ ഇങ്ങനെ തന്നെ മിനിമം വെക്കണം. ഇതൊരു 3 മണിക്കൂറിന് ഇങ്ങനെ വെച്ചേക്കണം. ഇത് അല്ലെങ്കിൽ നമ്മളൊരു 12 മണിക്കൂർ ഫ്രിഡ്ജിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കണം. ഫ്രീസറിലല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഫ്രിഡ്ജിൽ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കുക. ഫ്രീസറിൽ വെക്കണ്ട, നോർമൽ ഫ്രിഡ്ജിൽ തന്നെ. അപ്പോൾ ഒരു വൈകിട്ട് 8 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് അപ്പോഴത്തേക്ക് മസാല ഞങ്ങളൊക്കെ പിടിച്ച് മസാല നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഫ്രിഡ്ജിലോട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മസാല മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണ്. ചേട്ടാ, ഇത് എത്ര മണിക്കൂർ നമ്മൾ 3 മണിക്കൂർ ഇത് 3 മണിക്കൂർ നമ്മളിങ്ങനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതെന്താണ് പ്രോസസ്സ്? ഇനി ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ അതിനുള്ള മൈദ റെഡിയാണ്. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം. ഇത് സാധാരണ സ്റ്റോറിലൊക്കെ പച്ചക്കറി അടച്ചു വയ്ക്കാൻ വേണ്ടി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇപ്പുറത്ത് എണ്ണ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ
ഒരു പീസ് സ്കിന്നുള്ള ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് ഒരു പീസ് ലെഗ് പീസ് നമ്മളത് പൗഡറിലേക്ക് ഇട്ടു. അതുപോലെ ഒരു നോർമൽ പീസ് പൊടിയെല്ലാം ഒന്ന് പിടിപ്പിക്കാം. ഇത് നോർമൽ മൈദയാണ്, ഇതിനകത്ത് ഉപ്പ് പോലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഈ അധികമുള്ള പൊടി കുടഞ്ഞു കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരിപ്പ എടുക്കും. ഇത് അരിപ്പിക്കകത്തിട്ടിട്ട് ഈ അധികമുള്ള പൊടികൾ കുടഞ്ഞു കളയാണ്. ഇതിൽ തന്നെ കുടയുന്നു. അതിനുശേഷം നോർമൽ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. വീണ്ടും പൗഡറിലേക്ക് നല്ലപോലെ കോട്ട് ചെയ്യാം എല്ലായിടത്തും. ഇങ്ങനെ വിങ്സിൻ്റെയൊക്കെ ഇടഭാഗങ്ങളെല്ലാം പൗഡർ മിക്സ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ തന്നെ എണ്ണ ചൂടായിരിക്കണം. അതിനുശേഷം വീണ്ടും പാത്രം എടുത്ത് ഇത് മൂന്നും എടുത്ത് അധികമുള്ള മാവ് ഇങ്ങനെ തട്ടിക്കളയാം. അപ്പോൾ നമുക്കറിയാം തട്ടിക്കളയുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നുള്ളത്. എന്നിട്ട് നമ്മളിത് എണ്ണയിലേക്ക് ഇടുക. ഇത് നമ്മളിതൊരു പകുതി വേവാകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റണം. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് നല്ല ടെമ്പറേച്ചർ ഉണ്ടാകും. ഈ ടെമ്പറേച്ചറിൽ ഇരുന്ന് ഇത് ഒന്നുകൂടെ ഒന്ന് വേവണം. അതിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒന്ന് ടെമ്പറേച്ചർ ഇടും. അത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വേവിക്കും. ഇതിപ്പോൾ ഒരു അല്പം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലിനി വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ സുനിലേട്ടനോട് ചോദിക്കാം. സുനിലേട്ടാ, ഇതിലിനി എന്താ ചെയ്യുന്നത്? ഇതിപ്പോൾ പകുതി വെന്തു. ശ്രദ്ധിക്കുക, പകുതി വേവിച്ചു. ഇനിയും ഒരു 10 മിനിറ്റ് കൂടെ വേണം ഇത് വേവണമെങ്കിൽ. ഓക്കെ. അപ്പോൾ അത്ര നേരം ഇത് എണ്ണ കിടന്നു കഴിഞ്ഞാൽ ഇത് കറണ്ട് അടിച്ച് ചത്ത കോലാവും, കരിഞ്ഞ പോലെ ആവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റി. ഓക്കെ. പക്ഷേ ഇപ്പോഴും ഇതിനകത്ത് നല്ല ടെമ്പറേച്ചറുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഇത് നല്ലപോലെ ഇരുന്ന് തന്നെ കുക്കാവുന്നു. അതിനുശേഷം നമുക്കിതിന് വേണ്ടുന്ന ആ ഒരു ടെക്സ്ചറിൻ്റെ കളറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 പ്രാവശ്യം ഫ്രൈ ആണ്, 2 പ്രാവശ്യം ഫ്രൈ. ഓക്കെ. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത പീസോടെ ഫ്രൈ ചെയ്യാൻ ഇടാം. ഓക്കെ. അപ്പോൾ അടുത്ത പീസ് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് ഇതൊന്ന് സെറ്റാവും. അതിനുശേഷം നമ്മൾ വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനെന്നാണ് ചേട്ടൻ പറഞ്ഞത്.
അപ്പോൾ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് അതൊന്നുകൂടെ ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത KFC സ്റ്റൈൽ ചിക്കൻ റെഡിയാണ്. അപ്പോൾ അതുപോലെ നീ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കുറേ നേരം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് ഇതിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ടല്ല ഒരു പൊളി ലുക്കാണ്, പൊളി സാധനമാണ് ഇത്. അതെ, അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ റെഡിയായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എവിടെ നിന്നോ ഒരു കൈ വന്നിട്ടുണ്ട്, കുറേ നേരത്തെ അടക്കി പിടിച്ച ആ ഒരു മണമാണ്. ഇങ്ങനെ ഉണ്ട് പറഞ്ഞു, ഉണ്ടാക്കിയ ആളോട് പറഞ്ഞു എങ്ങനെയുണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പീസ് ഇടുക, നല്ലൊരു പീസ് ഇടാ. കേട്ടോ, കറക്റ്റ് KFC നമ്മുടെ KFC നിന്ന് കഴിക്കുന്ന അതേ ഒരു ക്രിസ്പി ആ ഒരു സംഭവം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ റെസിപ്പി എല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്, പിന്നെ ആ ഒരു നല്ല മണമുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.